തൃശൂർ ജില്ലയിൽ മഴ തുടരുന്നു. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ ഓരോ ഇഞ്ച് വീതം തുറന്നു. കടവല്ലൂർ ആൽത്തറയിൽ വീടിന്റെ മുൻവശം തകർന്നു വീണു. മണ്ണുത്തി നെല്ലങ്കരയിൽ ഗുണ്ടാ ആക്രമണം. 4 പോലീസുകാർക്ക് പരിക്ക്. പോലീസ് ജീപ്പ് തല്ലി തകർത്തു. കൊലക്കേസ് പ്രതിയടക്കം 6 പേർ അറസ്റ്റിൽ. കൊടകരയിൽ കെട്ടിടം തകർന്നു മരിച്ച 3 അതിഥി തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാനുള്ള നടപടികൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. മഴ കനത്തതോടെ തൃശൂർ നഗരത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമായി മാറി. റോഡുകളിൽ മരണക്കെണികൾ രൂപപ്പെട്ടതോടെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷം. തൃശൂർ നഗരപരിധിയിൽ മാത്രം 79ഓളം കുഴികളെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വിദ്യാർത്ഥികളില്ലാതെ പ്രവർത്തനം പ്രതിസന്ധിയിലായ കടവല്ലൂർ പഞ്ചായത്തിലെ അറയ്ക്കൽ MUMLP സ്കൂളിന്റെ നവീകരണത്തിന് നടപടികൾ തുടങ്ങി. ബന്ധപ്പെട്ട അധികൃതർ യോഗം ചേർന്ന് തുടർ നടപടികൾ വിലയിരുത്തി. നമസ്കാരം. വാർത്തകൾ വിശദമായി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ 4 ഷട്ടറുകൾ ഓരോ ഇഞ്ച് വീതമാണ് തുറന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, പീച്ചി ഡാം തുറന്നിരിക്കുകയാണ്. ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിൽ ജാഗ്രത നിർദ്ദേശം മറ്റും പാലിക്കേണ്ടതായിട്ടുണ്ടോ? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ഇത് മുൻകൂട്ടി തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു ഇന്ന് പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കും എന്നത് സംബന്ധിച്ചിട്ടുള്ളത്. കാരണം ഇന്നലെ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നത്, അതായത് രാവിലെ 11 മണിക്ക് തുറക്കുമെന്നായിരുന്നു. പിന്നീട് അത് മഴയുടെ ശക്തിയൊക്കെ കുറഞ്ഞതിനാലാവാം പിന്നീട് അത് കണക്കുകൾ കൂട്ടി 2 മണിക്ക് തുറക്കുമെന്ന് അറിയിപ്പുണ്ടായി. എന്തായാലും കൃത്യം 2 മണിക്ക് തന്നെ ഡാമിന്റെ ആദ്യ ഷട്ടർ തുറന്നു. പിന്നീട് ഓരോരോ ഷട്ടറുകൾ തുറന്ന് അങ്ങനെ 4 ഷട്ടറുകളും പിന്നീട് തുറക്കുകയുണ്ടായി. എന്തായാലും ഓരോ ഷട്ടറും ഓരോ ഇഞ്ച് വീതമാണ് തുറന്നിരിക്കുന്നത്. ഇങ്ങനെ 4 ഷട്ടറുകളും 10 സെന്റിമീറ്റർ ആണ് ഉയർത്തിയിരിക്കുന്നത്. ആകെ 4 ഷട്ടറും കൂടി 10 സെന്റിമീറ്റർ മാത്രമാണ് ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു ജലം പുറത്തേക്ക് ഒഴുക്കുന്നില്ല. എന്നാൽ ഡാമിലെ ജലനിരപ്പിന്റെ ആ ഒരു തോത് നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം നേരിയ രീതിയിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ വന്ന നിരവധി പ്രദേശവാസികളും ഒപ്പം തന്നെ ഈ ഡാം മറ്റും കാണാൻ വേണ്ടി എത്തിയിരുന്ന കുറച്ച് വിനോദസഞ്ചാരികളും ഒക്കെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഡാം തുറക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ജില്ലയിലെ പല പ്രദേശങ്ങളിലും നിരവധി പേര് എത്തുകയും ഉണ്ടായി. എന്തായാലും ഡാം തുറന്നതിലെ സന്തോഷം പലരിൽ നിന്നും നമുക്ക് അവിടെ നേരിട്ട് അറിയാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ചിലർ പ്രദേശവാസികളെ സംബന്ധിച്ച് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളിലും വെള്ളം കുറവാണ് തുറന്നതെന്നുള്ളൊരു ചെറിയ പ്രയാസം അവർ രേഖപ്പെടുത്തിയ വേറൊന്നുമല്ല, കാഴ്ചയുടെ ഒരു മനോഹാരിതയ്ക്ക് അതൊരു ചെറിയ ഭംഗം വരുത്തി എന്നുള്ളൊരു തത്സമായ അഭിപ്രായങ്ങളും അവർ പങ്കുവെക്കുകയുണ്ടായി. എന്തായാലും മറ്റു രീതിയിലേക്ക് കടക്കുമ്പോൾ ജില്ലയിലെ മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം ഇന്നും അതുപോലെ ഇന്നലെ പകലുമൊക്കെ ആണെങ്കിൽ പോലും ഒരു അതിശക്തമായ മഴ എന്ന് ജില്ലയിൽ പരക്കെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡാമിലേക്കുള്ള ജലത്തിന്റെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അതിനാലാവാം നേരത്തെ 4 ഇഞ്ച് വീതം 4 ഷട്ടറുകൾ തുറക്കുമെന്ന് അറിയിച്ചത് പിന്നീട് അത് ഓരോ ഇഞ്ച് വീതമാക്കി കുറയ്ക്കാനും ഇടയാക്കി. എന്തായാലും ഡാമിന്റെ ഷട്ടറുകൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിനെ തുടർന്ന് ഇപ്പോൾ വീണ്ടും തുറന്നു. അത് വിനോദസഞ്ചാരികളെ അടക്കം അവിടേക്ക് ആകർഷിക്കുന്നതിനും ഇതൊരു ഇടയാക്കിയിട്ടുണ്ട്. എന്തായാലും നിരവധി പേരാണ് ഇപ്പോൾ ഈ ഡാമും പരിസരങ്ങളിലേക്കും എത്തിച്ചേരുന്നത്, ഷട്ടറുകൾ തുറന്നത് കാണാനും ഒപ്പം തന്നെ ഡാമിന്റെ ജലനിരപ്പ് ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി. പ്രിയങ്ക. അഭിജിത്ത്, അതുപോലെ തന്നെ ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശങ്ങളിൽ ആരെങ്കിലും ജാഗ്രത പാലിക്കേണ്ടതായിട്ടുള്ള വിവരങ്ങളും മറ്റുമുണ്ടോ? നമുക്ക് അറിയുന്നത് പോലെ തന്നെ നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ്. അതായത് മണലിപ്പുഴയും ഒപ്പം തന്നെ കരുവന്നൂർ പുഴയുമാണ് ഈ പീച്ചി ഡാമിലെ ജലം തുറന്നു വിടുന്നത് മുഖേന ആ പുഴകളിലെ ജലനിരപ്പായിരിക്കും ഒരു പരമാവധി 30 സെന്റിമീറ്റർ വരെ ഉയരാനാണ് പറഞ്ഞത്. അത് നമുക്ക് അറിയാൻ കഴിഞ്ഞത് 4 ഇഞ്ച് വീതം 4 ഷട്ടറുകൾ തുറക്കുമ്പോൾ പരമാവധി 30 സെന്റിമീറ്റർ
വരെ ഈ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഒരു കണക്കനുസരിച്ച് ഓരോ ഇഞ്ച് വീതമാണ് തുറന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് അതിലും താഴെ മാത്രമായിരിക്കാം ഈ നദികളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് വലിയൊരു രീതിയിലൊക്കെ ഭീതിജനകമായ സാഹചര്യങ്ങളൊന്നും തന്നെ ഈ പുഴകളിലൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. എന്നാൽ സ്വാഭാവികമായും ഡാം തുറക്കുന്നു എന്നുള്ളതിനാൽ തന്നെ അധിക ജലം ഒഴുക്കി കളയുന്നു എന്നുള്ളതിനാൽ തന്നെ പുഴയുടെ തീരത്തുള്ളവർ തീർച്ചയായും ഈ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം പാലിക്കേണ്ടതുണ്ട്. അവർ ഈ ഒരു വെള്ളം ഒഴുക്കുന്നത് മുഖേനയുള്ള മുൻകരുതൽ എല്ലാ വർഷം എങ്ങനെയാണോ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് മുൻകൂട്ടി തന്നെ നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ളവരൊന്നും തന്നെ ഇപ്പോൾ മറ്റു രീതിയിലുള്ള ഭീതിജനകമായ അന്തരീക്ഷങ്ങളൊന്നും തന്നെ സാഹചര്യങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല. എന്നാൽ ഡാം തുറന്നതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അത് ജനങ്ങളെ കൃത്യമായി ബോധിപ്പിക്കാനും ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയങ്ക. ശരി അഭിജിത്ത്, പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ 4 ഷട്ടറുകൾ 1 ഇഞ്ച് വീതമാണ് തുറന്നിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളും തന്നെ പാലിച്ചുകൊണ്ട് വരിക. സമീപ പ്രദേശങ്ങളിൽ ഇപ്പോൾ നിലവിൽ ഭീതിജനകമായ മറ്റൊന്നും തന്നെ ഇല്ല. 2 മണിക്കാണ് ഡാം തുറന്നത്. സഞ്ചാരികളും മറ്റും തന്നെ ഒരുപാട് പേര് ഡാം തുറക്കുന്നത് കാണാനായിട്ട് സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. തുടങ്ങിയ വിവരങ്ങളാണ് അഭിജിത്ത് തലച്ചിറ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ശക്തമായ മഴയിൽ തെങ്ങ് വീണ് വീടിന്റെ മേൽക്കുര ഭാഗികമായി തകർന്നു. തൊയക്കാവ് അടാട്ട് കുളങ്ങര അമ്പലത്തിന്റെ കിഴക്കുവശം താമസിക്കുന്ന എടക്കാട് ശാന്തിയുടെ വീടിന്റെ മുകളിലേക്കാണ് സമീപത്തുണ്ടായിരുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തെങ്ങ് വീണത്. ആർക്കും പരിക്കില്ല. കനത്ത മഴയിൽ കടവലൂർ പഞ്ചായത്തിലെ ആൽത്തറയിൽ വീടിന്റെ മുൻവശം തകർന്നു വീണു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീട്ടിലയിൽ അബൂബക്കറിന്റെ വീടാണ് തകർന്നത്. ഏറെ പഴക്കം ചെന്ന വീടിന്റെ ഓടിട്ട ചുമരുൾപ്പെടെയുള്ള മുൻഭാഗമാണ് തകർന്നു വീണത്. പഴയ ഓടിട്ട വീടിനോട് ചേർന്നുള്ള വാർപ്പിൽ നിർമ്മിച്ച മറ്റൊരു ഭാഗത്തെ മുറിയിലാണ് 5 അംഗങ്ങൾ അടങ്ങിയ വീട്ടുകാർ ഉറങ്ങിയിരുന്നത്. പുലർച്ചെ ഉറക്കമെഴുന്നേറ്റപ്പോഴാണ് വീടിന്റെ മുൻവശം തകർന്നതായി വീട്ടുകാർ അറിയുന്നത്. മരം വീണതിനെ തുടർന്ന് ചാലക്കുടി പുഴയിലേക്ക് പതിച്ച 11 kV വൈദ്യുതി കമ്പികൾ ഫയർഫോഴ്സ് സംഘം പുറത്തെടുത്തു. ചാലക്കുടി സബ് സ്റ്റേഷനിൽ നിന്നും മേലൂരിലേക്ക് പുഴയ്ക്ക് കുറുകെ വലിച്ചിരുന്ന 11 kV ലൈനുകളിലേക്കാണ് വെള്ളിയാഴ്ച രാത്രി പുഴയോരത്തെ മരം വീണത്. ഇതോടെ വൈദ്യുതി കമ്പികൾ വെള്ളത്തിൽ മുട്ടിനിന്നു. പുഴയിലൂടെ ഒഴുകിവന്ന മരങ്ങളും മറ്റും കമ്പികളിൽ കുടുങ്ങിയതിനെ തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ ബി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അഗ്നിശമന വിഭാഗത്തിലെ സ്കൂബ സംഘമാണ് കമ്പിയിൽ കുടുങ്ങിക്കിടന്ന മരച്ചില്ലകൾ മുറിച്ചു മാറ്റിയത്. 1.5 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനു ശേഷം മുഴുവൻ തടസ്സങ്ങളും മാറ്റി. ചാലക്കുടി പുഴയിൽ മാളക്കാരൻ കടവിൽ പ്രദേശത്ത് 220 kV സബ്സ്റ്റേഷൻ ചാലക്കുടിയിൽ നിന്ന് മേലൂർ സെക്ഷനിലേക്ക് പോകുന്ന 20 kV ലൈനുകൾ തൊട്ട് മേലൂർ സെക്ഷൻ്റെ അതിർത്തിയിൽ ഒരു മരം വീണ് പുഴയിലെ ജലനിരപ്പിൽ മുട്ടുകയും തുടർന്ന് കനത്ത മഴ മൂലം ഉണ്ടാകുക കാറ്റിലും മഴയിലും പെട്ട് ധാരാളം വൃക്ഷങ്ങളും കാടുകളും ഈ ലൈനിൽ കുടുങ്ങുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇന്നലെ ഫയർഫോഴ്സും KICBയും സംയുക്ത പരിശോധന നടത്തുകയും കൊട്ടുപയോഗിച്ച് KICBയുടെ ഒരു ജീവനക്കാരും ഫയർഫോഴ്സിൻ്റെ യൂണിറ്റിലെ എല്ലാ ജീവനക്കാരും ചേർന്ന് 1.5 മണിക്കൂർ തുടർച്ചയായിട്ട് പുഴയുടെ നടുക്ക് ചെന്നിട്ടാണ് ഈ മരങ്ങൾ മാറ്റി കഴിഞ്ഞത്. മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മണ്ണുത്തി നെല്ലങ്കരയിൽ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. 3 പോലീസ് ജീപ്പ് തല്ലി തകർത്തു. 4 പോലീസുകാർക്ക് പരിക്കേറ്റു. ASI ജയൻ, സീനിയർ CPO അജു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷനോജ്, ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ പോലീസുകാരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് മൂർക്കനിക്കര സ്വദേശി പടിഞ്ഞാറേ വീട്ടിൽ ബ്രഹ്മജിത്ത്, ഉല്ലൂക്കര സ്വദേശികളായ കാട്ടുപറമ്പിൽ മുഹമ്മദ് അൽത്താഫ്, സഹോദരൻ അൽ അഹദിൽ, നെല്ലിക്കുന്ന് സ്വദേശികളായ പുത്തൂർ തറയിൽ വീട്ടിൽ എവിൻ ആന്റണി, ഷമീർ ആന്റണി, ചെമ്പൂക്കാവ് സ്വദേശി മരിയ ഭവനിൽ ഷാർബൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈലോപ്പള്ളി നഗറിൽ മുഹമ്മദ് അൽത്താഫിന്റെ വീട്ടിൽ പിറന്നാൾ ആഘോഷമായി സംഘടിപ്പിച്ച ലഹരി പാർട്ടിക്കിടെയാണ് സംഭവം. ആഘോഷം അതിരുവിട്ടതോടെ പ്രതികളിൽ ഒരാളുടെ അമ്മ വിളിച്ചതിനെ തുടർന്ന് ലഹരി പാർട്ടി നടന്നിടത്തേക്ക് പോലീസ് എത്തുകയായിരുന്നു. പോലീസ് സംഘത്തെ കണ്ടതോടെ പാർട്ടിയിൽ പങ്കെടുക്കാനെത്തിയ ഗുണ്ടാ സംഘം പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. 3 പോലീസ് ജീപ്പ് സംഘം തകർത്തു. കമ്പിയൊടി ഉപയോഗിച്ചാണ് ജീപ്പുകളുടെ ചില്ല് തല്ലി തകർത്തത്. പോലീസിന് നേരെ വടിവാൾ വീശിയ ഗുണ്ടാ സംഘം ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കൊലക്കേസ് പ്രതി ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം.
ആക്രമണം രൂക്ഷമായതോടെ തൃശൂർ, പീച്ചി, വിയ്യൂർ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് ഗുണ്ടാ സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്. ആക്രമണത്തിൽ പ്രതികൾക്കും പരിക്കേറ്റു. വൻ പോലീസ് അകമ്പടിയോടെയാണ് പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. ആക്രമണം നടന്ന സ്ഥലം സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ സന്ദർശിച്ചു. TCV തൃശൂർ. എളവള്ളി മമ്മായി സെന്ററിലെ ഹോട്ടലിനു നേരെ ആക്രമണം. മുള്ളത്ത് മനോജിന്റെ ഹോട്ടലിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ആക്രമണം നടന്നത്. ഹോട്ടലിലെ ഗ്യാസ് സ്റ്റവും പൊറോട്ട അടിക്കുന്ന മേശയും ഫർണിച്ചറുകളും ബോർഡുകളും നശിപ്പിച്ചതായാണ് പരാതി. ഹോട്ടലുടമ പാവറട്ടി പോലീസ് നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. ഏകദേശം 20,000 രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി ഹോട്ടലുടമ പറഞ്ഞു. സമീപത്തെ 3 കടകളിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. കൊടകരയിൽ കെട്ടിടം തകർന്ന് മരിച്ച് 3 അതിഥി തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയി. വിമാനമാർഗമാണ് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയത്. ഒപ്പം പോകുവാൻ ബന്ധുവിനും 2 സുഹൃത്തുക്കൾക്കും യാത്രാ സൗകര്യം ഒരുക്കിയിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എംബാം ചെയ്ത മൃതദേഹങ്ങൾ ബന്ധു ബൈത്തൂർ ഇസ്ലാമിന് കൈമാറി. സബ് കളക്ടർ അതുൽ വി മേനോനാണ് ക്രമീകരണങ്ങൾ ഏകോപിപ്പിച്ചത്. കൊടകര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാനുള്ള നടപടികൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. അതേസമയം തൃശൂർ നഗരത്തിലെ കാലപ്പഴക്കം ചെന്ന 271 കെട്ടിടങ്ങളുടെ കാര്യത്തിൽ കോർപ്പറേഷൻ മെല്ലെപ്പോക്ക് തുടരുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് നൽകാനാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുണ്ടാകും. അതേസമയം തൃശൂർ നഗരത്തിലെ 271 കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കണമെന്ന് കോർപ്പറേഷന് ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ കോർപ്പറേഷൻ നടപടികൾ വൈകുകയാണ്. കോവിഡ് കാലത്ത് ജില്ലാ ആശുപത്രിക്ക് സമീപമുള്ള ബഹുനില മന്ദിരം തകർന്നതോടെയാണ് പഴയ കെട്ടിടങ്ങൾക്കെതിരെ കോർപ്പറേഷൻ നടപടി തുടങ്ങിയത്. സുരക്ഷിതമല്ലാത്ത 271 കെട്ടിടങ്ങൾ കണ്ടെത്തി പൊളിച്ചു നീക്കാനും കൌൺസിൽ തീരുമാനമെടുത്തു. എന്നാൽ ശക്തമായ സമ്മർദ്ദങ്ങളെ തുടർന്ന് നടപടി കോൾഡ് സ്റ്റോറേജിലായി. ഇതിനിടെ 3 കെട്ടിടങ്ങൾ തകർന്നു വീണു. ഹൈറോഡിലെ കെട്ടിടമാണ് ആദ്യം വീണത്. പിന്നീട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര MO റോഡിലേക്ക് പതിച്ചു. MG റോഡിന് സമീപവും കെട്ടിടം തകർന്നു വീണു. ഇവയെല്ലാം പൊളിച്ചു നീക്കണമെന്ന് ദുരന്ത നിവാരണ വിഭാഗവും കളക്ടറും നിർദ്ദേശിച്ചതാണ്. കോർപ്പറേഷൻ കൌൺസിലിന്റെ കാലാവധി കഴിയാനിരിക്കെ കെട്ടിടങ്ങൾ പൊളിക്കാതിരിക്കാൻ ഉടമകൾ സകല തന്ത്രവും പയറ്റുകയാണ്. TCV തൃശൂർ. മഴ കനത്തതോടെ തൃശൂർ നഗരത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമായി മാറി. റോഡുകളിൽ മരണക്കെണികൾ രൂപപ്പെട്ടതോടെ ഗതാഗതക്കുരുക്കും അതിരൂക്ഷം. ചതിക്കുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. ഈ തൃശ്ശൂർ നഗരത്തിലെ റോഡുകൾ ചെറിയ വഴിയാണോ വലിയ വഴിയാണോ എന്നുള്ള വ്യത്യാസമില്ലാതെ വെള്ളം കെട്ടി നിന്ന് അപൂർവമായിട്ടുള്ള ചതിക്കുഴികളായി മാറുകയാണ്. ഈ ചതിക്കുഴികൾ സാധാരണക്കാരായ ബൈക്ക് യാത്രക്കാർ അതുപോലെ തന്നെ ഈ ചെറിയ വാഹനങ്ങളൊക്കെ ചതിക്കുഴികളിൽ പെടുക. അതാണ് ഈ അപകടത്തിന് പ്രധാന കാരണം. അടിയന്തിരമായി ഇതിന് നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾ ഇടപെട്ടില്ലെങ്കിൽ ഇനിയും ജീവനുകൾ ഈ നിരത്തിൽ പൊലിയും. പോക്കറ്റ് റോഡെന്നോ പ്രധാന റോഡെന്നോ വ്യത്യാസമില്ലാതെ റോഡുകൾ ചളിക്കുളമായി മാറിക്കഴിഞ്ഞു. കനത്ത മഴയിൽ വെള്ളം നിറഞ്ഞ് കുഴികൾ കാണാത്തതിനാൽ വാഹനയാത്രികർക്ക് യാത്ര ദുരിതമായി മാറിയെന്ന് മാത്രമല്ല അപകടങ്ങളും തുടർക്കഥയായി മാറി. ഇതിപ്പോൾ കുട്ടനല്ലൂര് റോഡാണിത്. മെയിൻ റോഡ് വന്നപ്പോൾ പൊക്കിയപ്പോൾ ഇത് താഴ്ന്ന പ്രദേശമായി. ഇപ്പോൾ ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് പോവില്ല, ചാലിലേക്ക് വെള്ളം പോവില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡ് മൊത്തം വെള്ളം. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാൻ പറ്റും. ഇവിടെ കുട്ടികളൊക്കെ കളിക്കാൻ വരുന്നതാണ്, ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനിയിപ്പോൾ സ്കൂട്ടറും ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാൽ വെള്ളത്തിൽ വന്ന് കഴിഞ്ഞാൽ ഓഫാവും. പ്ലഗിൽ വെള്ളം കയറിയിട്ട് ഷോർട്ടായി ഓഫാവും. അപകടങ്ങൾ വഴുതി വീഴൽ, സൈക്കിൾ അടിക്കൽ, പിള്ളേർ സൈക്കിളുമ്പോൾ വരുമ്പോൾ ഇതിൽ മുങ്ങും, വണ്ടി നീങ്ങില്ല, വീഴും. തൃശൂർ മഴ ശക്തമായതോടെ ഈ കാണുന്നതാണ് തൃശൂർ നഗരത്തിലെ റോഡുകളുടെ അവസ്ഥ. ഇടവഴിയെന്നോ പ്രധാന റോഡെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ റോഡുകളും ചതിക്കുഴികളായി മാറിക്കഴിഞ്ഞു. അധികൃതർ കണ്ണടയ്ക്കുന്ന സാഹചര്യത്തിൽ ഈ മരണക്കെണികളിൽ വീഴാതെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ക്യാമറമാൻ അനന്തകൃഷ്ണൻ ചിറ്റിലപ്പള്ളിയോടൊപ്പം ശ്രീകേഷ് വളാനിക്കര, TCV ന്യൂസ്. തൃശൂർ നഗരത്തിലെ റോഡുകളിലെ കുഴികൾ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. എൻഫോഴ്സ്മെന്റ് RTO KB സിന്ധുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പരിശോധന നടത്തിയത്. 3 സോണുകളിലായി തിരിച്ചാണ് റോഡുകളുടെ കുഴിയുടെ എണ്ണമെടുത്തത്. തൃശൂർ ഈസ്റ്റ്, വെസ്റ്റ്, സെൻട്രൽ സോണുകളിലായി നടത്തിയ പരിശോധനയിൽ 76 കുഴികളാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം തൃശൂർ MG റോഡിൽ യുവാവ് അപകടത്തിൽ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. തൃശൂർ MG റോഡിൽ അപകടത്തിൽ യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. മേയറുടെയും സെക്രട്ടറിയുടെയും
പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് കൌൺസിലർമാർ ദുഃഖസൂചകമായി കരിദിനം ആചരിച്ചു. കരിദിനാചരണത്തിന്റെ ഭാഗമായി ശവപ്പെട്ടിയുമായി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കറുത്ത വസ്ത്രമണിഞ്ഞായിരുന്നു കൌൺസിലർമാർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത്. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, പ്രതിപക്ഷ ഉപനേതാവ് EV സുനിൽ രാജ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ പട്ടണത്തിലെ പ്രധാനപ്പെട്ട രാജവീഥികൾ മുഴുവൻ റോഡിലെ കുഴികളും കുണ്ടുമാണ്. ഇവിടെ കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ സ്കൂട്ടർ അപകടത്തിൽ മരിക്കുകയുണ്ടായി, കട്ടറിൽ വീണ്. ഈ വർഷം വീണ്ടും ഒരു ചെറുപ്പക്കാരൻ, 32 വയസ്സുള്ള ചെറുപ്പക്കാരാണ് മരിച്ചത്. മേയർ പറയുന്നു അത് കുഴിയിൽ വീണിട്ടല്ല, ബസ് കയറി മരിച്ചാണെന്നാണ് മേയറുടെ വ്യാഖ്യാനം. ഇത്തരത്തിലുള്ള ഒരു മേയറാണ് തൃശൂർ കോർപ്പറേഷനുള്ളത്. ഇവിടെ കെടുകാര്യസ്ഥതയുടെ പര്യായം എന്ന് പറയാൻ ഒടുവിലത്തെ ഉദാഹരണമാണിത്. മേയറുടെ പേര് കൊലക്കുറ്റത്തിന് കേസെടുക്കണം, സെക്രട്ടറി പേര് കൊലക്കുറ്റത്തിന് കേസെടുക്കണം, കോർപ്പറേഷൻ എഞ്ചിനീയറുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആവശ്യം. മാത്രമല്ല, ഈ ചെറുപ്പക്കാരന്റെ വീടിന് 1 കോടി രൂപ സാമ്പത്തിക നഷ്ടം കൊടുക്കണം തൃശൂർ കോർപ്പറേഷൻ. അമ്മയുടെ ചികിത്സ കോർപ്പറേഷൻ നടത്തണം. ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് കൗൺസിലർമാരെ കൗൺസിലിന് അകത്തും പുറത്തും ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വിദ്യാർത്ഥികൾ ഇല്ലാതെ പ്രവർത്തനം പ്രതിസന്ധിയിലായ കടവലൂർ പഞ്ചായത്തിലെ അറക്കൽ MUMLP സ്കൂളിന്റെ നവീകരണത്തിന് നടപടികൾ തുടങ്ങി. ബന്ധപ്പെട്ട അധികൃതർ യോഗം ചേർന്ന് തുടർ നടപടികൾ വിലയിരുത്തി. TCV വാർത്തയെ തുടർന്നാണ് നടപടി. കടവലൂർ പഞ്ചായത്തിലെ ആദ്യ സ്കൂളായ AMUMLP സ്കൂളിൽ നിലവിൽ ഒരൊറ്റ വിദ്യാർത്ഥി പോലും പഠിക്കുന്നില്ല. കഴിഞ്ഞ വർഷമുണ്ടായിരുന്ന 7 വിദ്യാർത്ഥികൾ ഈ വർഷം TC വാങ്ങിപ്പോയി. അധ്യാപക ബാങ്കിൽ നിന്നും നിയമിച്ച ഒരു അധ്യാപിക ദിവസവും സ്കൂളിലെത്തുന്നുണ്ട്. 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ TCV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതരുടെ ഇടപെടൽ. ഈ വർഷം നിഷേധിച്ച ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വീണ്ടെടുക്കുകയാണ് ആദ്യ നടപടി. സാമ്പത്തിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നിലവിലെ ഉടമ പണികൾ നടത്താതിരുന്നത്. അധികൃതരുടെ ഇടപെടൽ മൂലം പ്രവൃത്തികൾ നടത്താൻ ഉടമ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കും നവീകരണം നടത്തി പ്രവർത്തനക്ഷമമാകും എന്നാണ് പ്രതീക്ഷ. തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, AEO A മൊയ്തീൻ, ചൊവ്വന്നൂർ BRC അധികൃതർ, ജനപ്രതിനിധികൾ, സ്കൂൾ മാനേജർ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, കുന്നംകുളം. ആറ്റപ്പിള്ളി പാലത്തിൽ അടിഞ്ഞുകൂടിയ മരങ്ങൾ നീക്കി. ഇതോടെ മറ്റത്തൂർ, വരന്തരപ്പിള്ളി പഞ്ചായത്തുകളിലെ പുഴയോരത്തുള്ളവരുടെ ദുരിതം ഒഴിവായി. കുറുമാലിപ്പുഴയിലെ ആറ്റപ്പിള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ അടിഞ്ഞുകൂടിയ മരങ്ങൾ യന്ത്രസഹായത്തോടെ നീക്കം ചെയ്തു. കനത്ത മഴയെ തുടർന്ന് പുഴയിലൂടെ ഒഴുകിവന്ന മരങ്ങളാണ് പാലത്തിൽ അടിഞ്ഞുകൂടിയത്. ഈ വർഷം ഇത് 3ാം തവണയാണ് പാലത്തിന് ചുവട്ടിൽ നിന്ന് മരങ്ങൾ നീക്കുന്നതെന്ന് വരന്തരപ്പിള്ളി പഞ്ചായത്ത് അംഗം TG അശോകൻ പറഞ്ഞു. മഴക്കാലം വന്നു കഴിഞ്ഞാൽ സ്ഥിരമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് നമ്മുടെ നാച്ചുറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അത് ഒരു ടെൻഡർ കൊടുത്ത് ഒരാളെ വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതൽ തടസ്സം വന്നു കഴിഞ്ഞാൽ മുകളിലുള്ള പ്രദേശങ്ങളൊക്കെ വലിയ തോതിൽ വെള്ളത്തിലാവുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വർഷം തന്നെ ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. വനമേഖലയിലൂടെ ഒഴുകുന്ന ചിമ്മിനി, മുപ്ലി പുഴകളിലേക്ക് കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴുന്ന മരങ്ങളാണ് ഇങ്ങനെ വന്നടിയുന്നത്. റബ്ബർ തോട്ടങ്ങളിൽ നിന്നുള്ള മരങ്ങളും പുഴയിൽ വീഴാറുണ്ട്. പാലത്തിൽ വന്നടിയുന്ന മരങ്ങൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തി മറ്റത്തൂർ, വരന്തരപ്പിള്ളി പഞ്ചായത്തുകളിലെ പുഴയോരത്തുള്ളവർക്ക് ദുരിതം സൃഷ്ടിക്കുന്നത് തടയാനാണ് ഇങ്ങനെ മരങ്ങൾ നീക്കം ചെയ്യുന്നത്. മേജർ ഇറിഗേഷൻ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുള്ള കരാറുകാരനാണ് തൊഴിലാളികളെ നിയോഗിച്ച് പുഴയിൽ നിന്ന് മരത്തടികളും മറ്റും നീക്കുന്നത്. TCV കൊടകര. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ചികിത്സ നടത്തുന്നത്. മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. PM ശ്രീ സ്കൂൾ പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ SSKയ്ക്ക് പണം നൽകിയില്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ AISF തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂർ BSNL ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. AISF
സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എ അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. കെ എസ് അഭിറാം അധ്യക്ഷത വഹിച്ചു. അർജുൻ മുരളീധരൻ, ടി പ്രദീപ് കുമാർ, പ്രസാദ് പാറേരി, മിഥുൻ പൊട്ടേക്കാരൻ, അലൻ പോൾ, വർഗീസ് പി ശിവപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന വയോധികരായ രോഗികൾക്ക് ഒപിയിലേക്ക് എത്തിച്ചേരുന്നതിന് വഴിയൊരുക്കുന്നതിനാൽ അധികൃതർ അനാസ്ഥ കാട്ടിയെന്നാരോപിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. വയോജനങ്ങൾക്ക് വഴിയൊരുക്കണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് നിവേദനം നൽകിയിരുന്നു. ചുമതലയുള്ള സൂപ്രണ്ട് അടിയന്തരമായി രോഗികൾക്ക് സുഗമമായി എത്തുവാനുള്ള സൌകര്യമൊരുക്കി നൽകാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അധികൃതരുടെ അനാസ്ഥ മൂലം പ്രശ്നത്തിന് പരിഹാരമായില്ല. ഇക്കാര്യം അന്വേഷിക്കാൻ ആശുപത്രിയിലെത്തിയപ്പോൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ലെന്നും ജനങ്ങൾ ബുദ്ധിമുട്ടിലാക്കുന്ന അവസ്ഥ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തിയത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം നിഷാദിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ കോൺഗ്രസ് നേതാക്കളായ PS സുനീഷ്, സെഫീന ആസീസ്, കെ ഗോവിന്ദൻ, MC ഐജു, AV ബിജു, നജീബ് കൊമ്പത്തേത്തിൽ, AU മനാഫ്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുണ്ടൂർ കൈപ്പറമ്പ് പഞ്ചായത്ത് 15-ാം വാർഡിൽ ആണ്ടപ്പറമ്പ് ശിവനട റോഡിൽ ശുചിമുറി മാലിന്യം ഉപേക്ഷിക്കാനെത്തിയ ടാങ്കർ ലോറി കനാലിലേക്ക് താഴ്ന്നു. അമിതഭാരം മൂലമാണ് ലോറി താഴ്ന്നത്. ഇതിനു മുൻപും ഇവിടെ മാലിന്യം തള്ളിയിരുന്നതാണെന്നും പോലീസിലും ജില്ലാ പഞ്ചായത്തിലും പരാതി നൽകിയതായും പഞ്ചായത്ത് മെമ്പർ മേരി പോൾസൺ പറഞ്ഞു. ലോറി താഴ്ന്നതോടെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധം KLDC ബണ്ടിന്റെ കരിങ്കൽ കെട്ട് തകർന്ന നിലയിലാണ്. സ്കൂൾ ബസ്സുകൾ പോകുന്ന വഴി കൂടെയാണിത്. മലയാളത്തിന്റെ പ്രിയ ചലച്ചിത്രകാരൻ ലോഹിതദാസ് അരങ്ങൊഴിഞ്ഞിട്ട് 16 വർഷം. ജീവിതഗന്ധിയായ കഥാപാത്രങ്ങളിലൂടെ ലോഹി ഇന്നും പ്രേക്ഷക മനസ്സിൽ ജീവിക്കുന്നു. സാറ് വിചാരിച്ച ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റുമോ? ചോക്കുമലയിൽ ഇരിക്കുന്നവൻ ഒരു ചോക്ക് കഷ്ണം അന്വേഷിച്ചു പോയ കഥയുണ്ട്. കയ്യിൽ നല്ലൊരു തൊഴിലിരിക്കുമ്പോഴാണ് താൻ ജോലി അന്വേഷിച്ച് നടക്കുന്നത്. എടോ, കയ്യിലിരിക്കുന്ന മറന്ന് കിട്ടാത്തതിന്റെ പിന്നാലെ പോയാൽ അത് അകന്നു പോവുകയുള്ളൂ. സമയമാകുമ്പോൾ വരേണ്ടത് വന്നിരിക്കും. വരട്ടെ, കാണാം. ചലച്ചിത്രാസ്വാദകരുടെ മനസ്സിൽ ചിരഞ്ജീവിയായി വാഴുന്ന AK ലോഹിതദാസ്. നാടകക്കളരിയുടെ തിരുമുറ്റത്ത് നിന്ന് തിലകന്റെ കൈപിടിച്ച് ദൃശ്യങ്ങളുടെ ക്യാൻവാസിലേക്ക് ചേക്കേറിയ ചലച്ചിത്രകാരൻ. തന്റെ മുന്നിലെ പച്ചയായ ജീവിതങ്ങളെ ദൃശ്യങ്ങളാക്കി സിനിമാ ആസ്വാദക സമൂഹത്തിന് മുന്നിലെത്തിച്ച അതുല്യ എഴുത്തുകാരൻ. മാറ്റങ്ങളുടെ കൂട്ടത്തിൽ വേണ്ടാത്ത ചില വിശ്വാസങ്ങളും ഉണ്ടായിപ്പോയി. ഞാൻ മരിച്ചുപോയാൽ വായ്ക്കരിയിടാനും മറ്റ് കർമ്മങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാനും ഇവനെ അനുവദിക്കണം. അതാണ് ആചാരം. അച്ഛന്റെ ചിതയ്ക്ക് മകനാണ് തീ കൊളുത്തേണ്ടത്. കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിച്ച കഥാകാരൻ ആദ്യ സിനിമാ സ്വപ്നവുമായി കൊച്ചിയിലെത്തിയപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു സ്നേഹിതനിൽ നിന്നും കിട്ടിയ ഒരു വാചകത്തിൽ നിന്നാണ് തനിയാവർത്തനത്തിലെ ബാലൻ മാഷ് പിറന്നത്. സേതുമാധവനും നന്ദഗോപനും വാറുണ്ണിയും അച്ചുവുമെല്ലാം പച്ചയായ മനുഷ്യജീവിതങ്ങളാണ്. ആഴമുള്ള സ്ത്രീ കഥാപാത്രങ്ങളും ലോഹിയുടെ തൂലികയിൽ പിറന്നു. 80കളുടെ രണ്ടാം പകുതിയിൽ തിരക്കഥയുമായി എത്തിയ ലോഹിയിലെ എഴുത്തുകാരനെ സിബി മലയിൽ ചേർത്തു നിർത്തി. ആ കൂട്ടുകെട്ടിൽ മലയാളത്തെ എക്കാലത്തെയും ക്ലാസിക്കുകളായ കിരീടം, ചെങ്കോൽ, ഭരതം, കമലദളം, ദശരഥം, ഹിസ് ഐനസ് അബ്ദുള്ള എന്നീ ചിത്രങ്ങൾ പിറവിയെടുത്തു. 44 തിരക്കഥകൾ സൃഷ്ടിച്ചപ്പോൾ 12 സിനിമകൾക്ക് ലോഹി സംവിധായകനുമായി. MTയും പത്മരാജനും അരങ്ങുവാണിരുന്ന കാലത്ത് ലോഹിക്ക് തന്റേതായൊരിടം പ്രേക്ഷക മനസ്സിൽ നേടാൻ സാധിച്ചു. എന്നിട്ടും അർഹിക്കുന്ന അംഗീകാരങ്ങൾ പലതും നേടാതെ അമരാവതിയുടെ വളപ്പിൽ ആരും പറയാത്ത ഒരു പിടി കഥകളുമായി ഉറങ്ങുകയാണ് മലയാള ചലച്ചിത്രത്തിന്റെ പ്രിയ ലോഹി. ന്യൂസ് ഡെസ്ക് TCV. ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. മേളപ്രമാണി പെരുവനം കുട്ടന്മാരാരെ പൊന്നാടയണിയിച്ചു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ചേർന്ന് ഉപഹാരം സമ്മാനിച്ചു. പ്രശസ്ത സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായിരുന്ന CF ജോർജിന്റെ സ്മരണാർത്ഥം വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദി ഏർപ്പെടുത്തിയ 4ാമത് അവാർഡ് ഒറ്റയാൾ സമരനായകൻ KR ജോർജിന് സമ്മാനിക്കും. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന്
പാലുവായിലെ വീട്ടിലെത്തി സാഹിത്യകാരൻ പി സുരേന്ദ്രൻ അവാർഡ് സമ്മാനിക്കും. 5000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. വാർത്താസമ്മേളനത്തിൽ ഗുരുവായൂർ ദേവസ്വം ചുമർ ചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ എം നളിൻ ബാബു, പരിസ്ഥിതി പ്രവർത്തകൻ NJ ജെയിംസ്, KS രാമൻ, കൺവീനർ റെജി വിളക്കാട്ടുപാടം തുടങ്ങിയവർ പങ്കെടുത്തു. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെയും അനധികൃത സ്ഥാപനങ്ങൾ മൂലം യഥാർത്ഥ കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അധികാരികളെ ബോധ്യപ്പെടുത്തുവാനും സെക്രട്ടേറിയറ്റ് പടിക്കൽ ജൂലൈ 8-ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. സമരത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3 ദിവസത്തെ വാഹന പ്രചരണ ജാഥ നടത്തും. ജൂലൈ 1-ന് രാവിലെ 9-ന് വടക്കാഞ്ചേരി മേഖലയുടെ ജാഥയ്ക്ക് പഴയന്നൂർ സെന്ററിൽ വെച്ച് സ്വീകരണം നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ TV ചന്ദ്രബോസ്, അബ്ദുൾ അസീസ്, ഗഫൂർ ആറ്റൂർ, PN ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. വലപ്പാട് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മല്ലികാദേവൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാബു, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KA തപതി, ജ്യോതി രവീന്ദ്രൻ, സുധീർ പട്ടാലി, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ തോമാസ് ലിഹിയുടെയും ദുഃഖ്രാന തിരുനാൾ ജൂലൈ 3-ന് ഊട്ടുതിരുനാളെ ആഘോഷിക്കുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തിരുനാളിന് തുടക്കം കുറിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് 6:30-ന് കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി കൊടിയേറ്റും. തിരുനാൾ ദിനമായ 3-ന് ആഘോഷമായ റാസ, ദിവ്യബലി, തിരുശേഷിപ്പ് വണക്കം, നേർച്ചയൂട്ട് എന്നിവ ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ആശിഷ് കീരിഞ്ചിറ, ജനറൽ കൺവീനർ ഷോജൻ T വിധേയത്തിൽ, കൈക്കാരൻ ജോജു ചുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ അശ്വനി ആശുപത്രിയുടെ ഓർത്തോ വിഭാഗമായ അശ്വനി ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കായി സംസ്ഥാനതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കുട്ടനെല്ലൂർ സ്പോർട്ട് ടേക്കർ ടർഫിൽ നടന്ന സ്പെഷ്യൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അശ്വനി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ IN രാജേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജോ പോൾ അഞ്ചേരി, കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ് കോച്ച് TG പുരുഷോത്തമൻ, അശ്വനി ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ മേധാവി ഡോക്ടർ മഹേഷ് കൃഷ്ണൻ, ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കോർഡിനേറ്റർ ഫാദർ ജോൺസൺ അന്തിക്കാട്, അശ്വനി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ KK സുഗതൻ, ഡോക്ടർ രാജീവ് റാവു, ബിന്ദു പ്രദീപ് ചന്ദ്രൻ, അശ്വനി ജനറൽ മാനേജർ PK രാജു തുടങ്ങിയവർ സംസാരിച്ചു. വ്യത്യസ്ത കഴിവുകളുള്ള സ്പെഷ്യൽ സ്കൂൾ കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന്റെ ഭാഗമായാണ് അശ്വനി ബോൺ ആൻഡ് ജോയിന്റ് ഫൗണ്ടേഷൻ സ്പെഷ്യൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. തികച്ചും അനൗചിത്യമാണെന്ന് നിരക്കുള്ള ഷെഡ്യൂളിൽ അത് മന്ത്രി പ്രൊഫസർ R ബിന്ദുവിലേക്ക് രേഖപ്പെടുത്തുന്നു. സെമി ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്ത തങ്ങളുടെ ആവനാഴിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മുഴുവൻ കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അഴിമതിക്കെതിരെ BJP തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. അഞ്ചേരിച്ചിറയിൽ നിന്ന് തുടങ്ങിയ മാർച്ച് കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുന്നിൽ പോലീസ് തടഞ്ഞു. തൃശൂർ റവന്യൂ ജില്ലയുടെ പ്രഭാരി MV ഗോപകുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ പണം കൊള്ളയടിക്കുന്ന പ്രവർത്തനമാണ് കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ചെയ്തതെന്ന് ഗോപകുമാർ പറഞ്ഞു. തൃശൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മുരളി കൊളങ്ങാട്ട്, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ, തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, കൌൺസിലർ വിനോദ് പോളഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം സ്നേഹതീരത്തെ നവീകരിച്ച പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടെ ഉദ്ഘാടനവും റാപ്പ് ഗായകൻ വേടന് പ്രഥമ പ്രിയദർശിനി പുരസ്കാര സമർപ്പണവും ചൊവ്വാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് നടക്കുന്ന ചടങ്ങിൽ KC വേണുഗോപാൽ MP ലൈബ്രറി ഉദ്ഘാടനവും
പുരസ്കാര സമർപ്പണവും നിർവഹിക്കും. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരമാണ് വേടന് സമ്മാനിക്കുന്നത്. ഷാഫി പറമ്പിൽ MP അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനെ രാഹുൽ മാങ്കോട്ടത്തിൽ MLA-യും വയലാർ പുരസ്കാര ജേതാവ് അശോകൻ ചരുവിലിനെയും CC മുകുന്ദൻ MLA-യും ആദരിക്കും. 75-ാം വാർഷികത്തിന്റെ ഭാഗമായി ഭരണഘടനയുടെ ആമുഖം ഗ്രന്ഥശാലയുടെ പുറത്ത് സ്ഥാപിക്കുമെന്ന് പ്രിയദർശിനി സ്മാരക സമിതി പ്രസിഡന്റ് കൂടിയായ മുൻ MPT N. പ്രതാപൻ തൃശൂർ വാർത്താ സമ്മേളനത്തിന് അറിയിച്ചു. സെക്രട്ടറി ഗഫൂർ തളിക്കുളം, സുനിൽ ലാലൂർ എന്നിവർ പങ്കെടുത്തു. നിർധനരായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസുമായി ബ്ലൂമെർക്ക് ഇന്ത്യ ഫൗണ്ടേഷനും ആൽഫ ഹൗസ് പൈസും കൈകോർത്തു. ഓരോ മാസവും 300 ഡയാലിസിനാണ് ഫൗണ്ടേഷൻ സഹായിക്കുക. തൃശൂർ എടമുട്ടത്താണ് ആൽഫയുടെ ഡയാലിസിസ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. സാമ്പത്തിക പരിശോധന കാരണം ചികിത്സ ലഭിക്കാത്ത അവസ്ഥ ആർക്കും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിച്ചതെന്ന് ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ KM നുറുദ്ദീൻ വ്യക്തമാക്കി. മാധ്യമ കലാ സാഹിത്യ മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ചവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പൊയ്യ പഞ്ചായത്ത് അനുമോദിച്ചു. മാധ്യമരംഗത്ത് EP രാജീവും സാഹിത്യ മേഖലയിൽ സുബ്രഹ്മണ്യൻ തലാപ്പിള്ളിയും ആദരവ് ഏറ്റുവാങ്ങി. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, റീന സേവ്യർ, ജോളി സജീവ്, സാബു കൈത്താരൻ, സിബി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കാട്ടൂർ ബസാറിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം 2.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. കാട്ടൂർ പോലീസ് സ്റ്റേഷന്റെ സമീപത്ത് പ്രവർത്തിക്കുന്ന ആൽഫിയ ട്രേഡേഴ്സിലാണ് മോഷണം നടന്നത്. എടത്തുരുത്തി സ്വദേശി നെടിയപ്പറമ്പിൽ അബ്ദുൾ ജബാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സ്ഥാപനത്തിന്റെ പുറകുവശത്ത് കൂടി കോണി ഉപയോഗിച്ച് കയറിയ ശേഷം തട്ടുപൊളിച്ചാണ് മോഷ്ടാവ് അകത്തുകടന്നത്. ഇന്ന് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കാട്ടൂർ SHO ER ബൈജുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. വാണിജ്യം. പൂരനഗരിക്ക് വൈവിധ്യങ്ങളുടെ രുചിക്കൂട്ടുകൾ സമ്മാനിച്ച് പ്രോയൽ റെസ്റ്റോറന്റ് കൂടുതൽ പുതുമകളോടെ തൃശൂരിൽ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. ഒട്ടേറെ പുതുമകളും സവിശേഷതകളുമായി MG റോഡിലെ VRM ടവറിൽ പുനരാരംഭിച്ച പ്രോയൽ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം പാണക്കാട് സാബിക്കലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. പ്രോയൽ മാനേജിംഗ് ഡയറക്ടർ സമീർ പ്രോയൽ, ഡയറക്ടർമാരായ യൂനസ് MK, ഫെമിൽ മുഹമ്മദ് VR, സവാദ് വാഴയിൽ, രാഹുൽ KV, ഹാഷിം പൊന്നാനി തുടങ്ങിയവർ പങ്കെടുത്തു. കാറ്ററിംഗ് രംഗത്ത് 15 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പ്രോയൽ ടർക്കിഷ്, അറബിക്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ചൈനീസ് കോണ്ടിനെന്റൽ തുടങ്ങിയ വ്യത്യസ്തമായ രുചിഭേദങ്ങളുടെ കലവറയാണ്. 150-ൽ പരം ഇരിപ്പിടങ്ങളും 50 പേർക്ക് ഇരിക്കാവുന്ന ബാങ്കറ്റ് ഹാളും പ്രോയൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഓർഡർ പ്രകാരം വിവാഹ, ജന്മദിന ആഘോഷ പാർട്ടികൾക്കും മറ്റും പ്രോയലിന്റെ സേവനം ലഭ്യമാണ്. 25,000 രൂപയ്ക്ക് ഭക്ഷണം, AC ഹാൾ, സ്റ്റേജ് ആൻഡ് സൗണ്ട് ഉൾപ്പെടെ 50 പേർക്ക് 3 മണിക്കൂർ ബർത്ത്ഡേ പാർട്ടിക്കുള്ള പ്രത്യേക പാക്കേജും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബില്ലിന് 20% കിഴിവും പ്രോയൽ നൽകുന്നു. സൊമാറ്റോ, സ്വിഗ്ഗി എന്നിവയിലൂടെ ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാണ്. ഓർഡറുകൾക്കും സേവനങ്ങൾക്കും ബന്ധപ്പെടുക 9207 277 277 9207 288 288 8943 888 916. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,930 രൂപ, പവന് 71,440 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,447 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയിൽ മഴ തുടരുന്നു. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ ഓരോ ഇഞ്ച് വീതം തുറന്നു. കടവലൂർ ആൽത്തറയിൽ വീടിന്റെ മുൻവശം തകർന്നു വീണു.
മണ്ണുത്തി നെല്ലങ്കരയിൽ ഗുണ്ടാക്രമണം, 4 പോലീസുകാർക്ക് പരിക്ക്, പോലീസ് ജീപ്പ് തല്ലി തകർത്തു. കൊലക്കേസ് പ്രതിയടക്കം 6 പേർ അറസ്റ്റ് ചെയ്തു. കൊടകരയിൽ കെട്ടിടം തകർന്ന് മരിച്ച 3 അതിഥി തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുവാനുള്ള നടപടികൾ ഊർജിതമാക്കി ജില്ലാ ഭരണകൂടം. മഴ കനത്തതോടെ തൃശൂർ നഗരത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമായി മാറി. റോഡുകളിൽ മരണക്കെടികൾ രൂപപ്പെട്ടതോടെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷം. തൃശൂർ നഗരപരിധിയിൽ മാത്രം 79ഓളം കുഴികളാണെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വിദ്യാർത്ഥികൾ ഇല്ലാതെ പ്രവർത്തനം പ്രതിസന്ധിയിലായ കടവലൂർ പഞ്ചായത്തിലെ അറക്കൽ MUMLP സ്കൂളിന്റെ നവീകരണത്തിന് നടപടികൾ തുടങ്ങി. ബന്ധപ്പെട്ട അധികൃതർ യോഗം ചേർന്ന് തുടർ നടപടികൾ വിലയിരുത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.